ദേ ഇവിടെ കണ്ടോ, ഇന്നലെ ആന കയറിയെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളവിടെ വണ്ടി വന്ന് ഫോറസ്റ്റിന്റെ വണ്ടി കിടക്കുന്ന എന്നോട് ചോദിച്ചാണേ. ദേ ഈ വാഴക്കൂട്ടൊക്കെ തകർത്തരിപ്പണമാക്കിയിട്ടേക്കുന്നു. கடன் 1 லட்சம் 1.5 லட்சம் வாங்கி அந்த விவசாயம் போட்டுறோம். அந்த விவசாயத்தை இப்படி அழிச்சதுன்னு நாங்க எப்படித்தான் ஜீவிக்க முடியும் இந்த ஊர்ல? நாங்க பாஸ் மூலியமா எழுதி வச்சு நாங்க செத்து போவோம். ഇന്നലെ രാത്രി കയറുന്ന പറഞ്ഞു കേട്ടോ. നോക്കി വെളുത്തുള്ളി കൃഷിയുടെ ഒക്കെ കഷ്ടം നോക്കി, കോലം നോക്കി. ഇനി പറിക്കാനൊന്നുമില്ല, ഇവിടുന്ന് എടുത്ത് നേരെ കറക്കാതിട്ടാ മതി, അരച്ചു വെച്ചേക്കുവാ. ബൈനോക്കൽ ടോക്സിന്റെ ഒരു കാന്തല്ലൂർ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാന്തല്ലൂർ ഗ്രാമമാണ് ഉൾഭാഗം. ഒരു കുഞ്ഞൊരു വീട്, നല്ല ഭംഗിയുള്ള പഴയ കാല വീട്. ഞങ്ങളാ അങ്ങ് ദൂരെ കണ്ടോ, എന്നാ തോട്ടമാണ് കാണുന്നത്, നല്ല കൃഷിപ്പാടങ്ങളാണ്. ഞങ്ങൾ അങ്ങോട്ട് പതുക്കെ പൊക്കോണ്ടിരിക്കുന്നത്. അതായത് ഈ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ് കാന്തല്ലൂർ കഴിഞ്ഞ് കയറിയോ, ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ് ഒരു കഷ്ടിച്ചൊരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇടത്തോട്ടിറങ്ങി വന്നല്ലേ, ഇടത്തോട്ടൊരു വഴി. ഇതിൻ്റെ അപ്പുറമൊക്കെ യൂക്കാലി പ്ലാന്റേഷനാണെന്ന് തോന്നുന്നു. നമുക്കിവിടെ ആരോടൊക്കെ ചോദിച്ചു നോക്കാം. ഞങ്ങളിങ്ങനെ ആൾക്കാരെ തപ്പി പതുക്കെ ഇറങ്ങി വന്നത്. ഇവിടെ എല്ലാം വെയിലെല്ലാം കെട്ടി മറ്റേ നെറ്റൊക്കെ കെട്ടി മറച്ചു വെച്ചേക്കും കേട്ടോ. കടത്തൊന്നും നടത്തില്ല, എല്ലാം വെളുത്തുള്ളി കൃഷിയാന്ന് പറഞ്ഞു കേട്ടോ. വെളുത്തുള്ളി കൃഷിയാണ്. ഇതിന് 1 മാസം 2 മാസം കഴിയുമ്പോഴത്തേക്കും വിളവെടുക്കാറാവും. കാന്തല്ലൂരിന്റെ ഗ്രാമഭംഗി കേട്ടോ. അടുത്തൊരു കുഞ്ഞു വീട്, എന്ത് രസം നോക്കി കൂട്ടിയിട്ടൊക്കെ കേട്ടോ. ഞങ്ങൾ അതിന്റെ ചുറ്റുമൊക്കെ നോക്കി ആരെങ്കിലും ഉണ്ടോ. അങ്ങനെയുണ്ട്, നല്ല അടിപൊളിയിലെ കാണാൻ നോക്കി. ഇതിനകത്ത് കളം തിരിച്ചു വെച്ചാൽ എനിക്ക് വെള്ളം നിർത്താനാന്ന് തോന്നുന്നു അല്ലേ. എല്ലാത്തിനും ചാലൊക്കെ വെട്ടിയിട്ടുണ്ട്, വെള്ളം നിർത്താനുള്ള സ്ഥലമാണ്. വെളുത്തുള്ളി നട്ടു വെച്ചേക്കണതേ ഉള്ളൂ. അതെ, അവിടെ ഒരു ചേട്ടൻ വരുന്നത്, നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. ഇല്ല ഇവിടെ കടന്നാൽ അകത്തോട്ട് കടന്നാൽ പ്രശ്നം ഉണ്ടോന്ന്. ഞാൻ വരമ്പിക്കൂടെല്ലാം നട്ടേക്കുന്ന പയറല്ലേ, നല്ല ഭംഗിക്ക് നല്ല കളം തിരിച്ച്. ഞങ്ങൾ ഇവിടെ എല്ലാം ചോദിച്ചു കേട്ടോ. ഇപ്രാവശ്യം ഒന്നും ഇവര് ക്യാരറ്റ് ക്യാബേജ് ഒന്നും കൃഷി ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ പഴയ പോലെ ഒന്നും അതിന് വിൽപ്പനയില്ലെന്നാണ് പറയുന്നത്. ഇപ്പം ഉള്ളിക്ക് ഇപ്രാവശ്യം നല്ല വിലയാണ്, അതുകൊണ്ട് അവർ ഉള്ളി കൃഷി ചെയ്തേക്കുന്നത് കൂടുതലും. ഉള്ളി എന്ന് പറയുന്നത് വെളുത്തുള്ളി. അതെ, ഇവരിപ്പോഴും ഉള്ളിയാന്ന് പറഞ്ഞോണ്ടേ ഇതായതല്ല കേട്ടോ. ഇതൊരു 1 മാസം 2 മാസം കൂടെ എന്നാ പറഞ്ഞത്. അപ്പുറത്ത് 50 ദിവസമായ തൈയാണിത്. മൊത്തം 90 ദിവസം വേണമെന്നാ പറഞ്ഞത്. അപ്പൊ അതൊക്കെ സൂക്ഷിച്ച് നടക്കണം കേട്ടോ. ഇതെല്ലാം ഈ വെള്ളച്ചാല നമ്മളൊരു എവിടെങ്കിലും കാര്യം മാറി ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കണ്ടത്തിലോട്ട് വെള്ളം. ചെറിയൊരു സ്ട്രോബെറി തോട്ടമാണ് കേട്ടോ. അതേൽ ഒരെണ്ണത്തിലൊരു കാകടപ്പുണ്ട്. ഇങ്ങോട്ട് വാ, ഇതിലേ പോ. ഇതുണ്ടോ, കുഞ്ഞു ചെടി തൈയാണ്. 1 2 3 എണ്ണത്തിപ്പുണ്ട്. ഇത് കായ് പറിച്ചതിന് ശേഷമുള്ളതാണോ ഒന്നും അറിയത്തില്ല, കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ല. അതല്ല, ഇത് കണ്ടോ, പഴുത്തമുണ്ട്. ഇങ്ങനെയാണ് സ്ട്രോബെറി കായും ചെടിയും. ഒരു ചെറിയ തടാകം പോലെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. മിക്കവാറും കൃഷിക്ക് വെള്ളം അവിടുന്ന് എടുക്കുന്നുണ്ടാവുമായിരിക്കും. ഇവിടെ കണ്ടോ, ഇന്നലെ ആന കയറിയെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളവിടെ വണ്ടി വന്ന് ഫോറസ്റ്റിന്റെ വണ്ടി കിടക്കുന്ന എന്നോട് ചോദിച്ചാണേ. ഈ വാഴക്കൂട്ടൊക്കെ തകർത്തരിപ്പണമാക്കിയിട്ടേക്കുന്നു. നോക്കി നല്ല ഫ്രഷ് ആനപ്പിണ്ടം ഒട്ടി ചാവിട്ടി പറിച്ച് നാശിപ്പിച്ചു കേട്ടോ. ഇതിലേക്ക് കയറി പോയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ എല്ലാം ചാവിട്ടി ഇട്ടിച്ച്. ഇന്നലെ രാത്രി കയറുന്ന പറഞ്ഞു കേട്ടോ. നോക്കി വെളുത്തുള്ളി കൃഷിയുടെ ഒക്കെ കഷ്ടം നോക്കി, കോലം നോക്കി. ഇനി പറിക്കാനൊന്നുമില്ല, ഇവിടുന്ന് എടുത്ത് നേരെ കറക്കാതിട്ടാ മതി, അരച്ചു വെച്ചേക്കുവാ. ഇതൊക്കെ ആന പോയ വഴിയാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, എല്ലാ കൃഷിയും ചവിട്ടി മതിച്ച്. അയ്യോ, ഇതുണ്ടോ, 7 ആനകൾ ഉണ്ടായിരുന്ന പറഞ്ഞ. ഒരു കൂട്ടം ഇതിലേ തകർത്ത് പോയിട്ടുണ്ട്. ആ മേളിൽ നിന്ന് ഒരു കൂട്ടം ഇതിലെയാണ് ഇറങ്ങിയത് കേട്ടോ. ഇതുണ്ടോ, അവർ നിൽക്കുന്നതാണോണ്ട് നമുക്ക് ഇറങ്ങി വന്നേക്കാന്നോ. ഇതെല്ലാം ചവിട്ടി മെതിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. எங்கனால முடியாது. நாங்க வெஸ்ட் கொடுத்து கடன் தான் வாங்கிட்டு வந்துக்கிறோம். மேட்டுப்பாளையத்துல போய் கடன் வாங்கிட்டு வந்துக்கிறோம். கடன் 1 லட்சம் 1.5 லட்சம் வாங்கி அந்த விவசாயம் போட்டுக்கிறோம். அந்த விவசாயத்தை இப்படி அழிச்சதுன்னு நாங்க எப்படித்தான் ஜீவிக்க முடியும் இந்த ஊர்ல? நாங்க பாஸ் மூலியமா எழுதி வச்சு நாங்க செத்து போவோம். அதுக்கு ஒரு பாஸ்கார் என்ன செய்யணுமோ நீங்க செஞ்சுக்கோங்க.
അത് എനക്കുള്ളതാ സാറേ. തുടങ്ങുന്നിടത്ത് ആ വാഴ അത് അങ്ങനെ തുടങ്ങിയെടുത്ത് இந்த വാഴപ്പக்கம் ഈ മറ്റേ പുറത്തുനിന്ന് വരുന്നില്ല ഈ ചൈന രാജസ്ഥാൻ ഓക്കെ. അതിന് இந்த இடம் பூரா இன்னைக்கு வித்து நடும்போது வந்துதான் சாரே. அது போய் கொடுக்கும்போது என்னன்ட்டாங்க, அந்த வாழை பூரா வெட்டி கிளம்பிடுச்சு. அந்த வாழையெல்லாம் திண்டு போயிருச்சு சாரே. அப்ப போய் பார்த்த இப்படித்தே வந்து பார்த்தாங்க. பார்த்து கொடுக்கும்போது நீங்க பட்டையும் வேணும், அது வேணும், ரசது வேணும், എന്തെങ്കിലും തരണമെന്നുണ്ടെങ്കിൽ 200 ரூபா பத்திரம் வேணும் இப்படின்னு சொல்லுதா சாரே. சரின்ட்டு இந்த இதுலாம் ஏற்றி விட்டு அது கூட போயிட்டு சாரே. அது கூட இப்ப இப்படி எடுக்கணும். அடுத்து 1 மாசம் தான் சாரே இது எடுக்க. அவர் கடனை அடைக்கணும்ல. நாங்க கடனை வித்து வந்து கடன் தான் வாங்கிட்டு வருவாங்க. തോട്ടത്തിന്റെ ഒരുപാട് ഭാഗം എല്ലാം കയറി അല്ലേ? எல்லாம் கேரி 80 ദിവസം எல்லா இடத்துல ஆயுதமும் இதுவும் அந்த கண்டு ஒண்ணுமே இல்ல சாரே. அண்ணம்மா ராமலிங்கம் தான் சாரே. போன மட்டும் வந்து அதே மாதிரி செஞ்சுட்டு போயிருச்சு. കഷ്ടം അല്ലേ? நாங்க அப்ப என்ன யான் குடிக்க ஒரு 5 ஊத்துக்கு கூட எங்களுக்கு ஆளு ஒண்ணுமில்ல, ஒருத்தருக்கு இல்லை. நாங்க 2 கிழவனும் தள்ளையும் இருக்கிறோம். நாங்க கடந்து இந்த பஞ்சாயத்து பணி செஞ்சு கஞ்சி குடிச்சிட்டு கிடக்கிறோம். அந்த சமீபந்தி ஃபுல்லா செஞ்சா நாங்க என்ன செய்ய முடியும்? ആയതേ ഉള്ളൂ അല്ലേ? മൊത്തം നശിപ്പിച്ചു. ക്യാമറ കാണിച്ചത് ഇതുണ്ടോ? ഈ പരുവായതേ ഉള്ളൂ. കാന്തല്ലൂർ വെളുത്തുള്ളിക്കാണെങ്കിൽ നല്ല വിലയാണ്. ഇവർക്കൊരു സെന്റിന് 5 രൂപയാണെന്ന് പറഞ്ഞത് സർക്കാർ. അത് എല്ലാ പേപ്പറും ഡോക്യുമെന്റ് എല്ലാം വേണം. അതിന് ഒരു അപേക്ഷ കൊടുക്കണമെന്ന് 700 രൂപ 800 രൂപ മുടക്കും. ഒരു അപേക്ഷ നശിപ്പിച്ചതിന് ഒരു അപേക്ഷ കൊടുക്കണം തന്നെ 700 രൂപ മുടക്കാണ്. കാമിച്ച് മേലെന്ന് എടുത്തിട്ട് അപ്പടിയെ മേലെ വന്ന് കാമിച്ച് ഇതെല്ലാം കയറി നശിപ്പിച്ച് പോയ വഴിയാണ്. നടന്നു പോയ വഴിയാണിത്. കാൽപ്പാട് മൊത്തം താന്ന് പോയിട്ടുണ്ട്. മൊത്തം നശിപ്പിച്ചല്ലേ? എല്ലാ തോട്ടത്തിൽ കൂടെയും കയറിട്ടു. ഈ താഴ്വശത്തൊക്കെ ഉണ്ട് കേട്ടോ. താഴ്വശം എല്ലാം ചവിട്ടി ഇതൊക്കെ എടുത്തു. അത് മൊത്തം റബ്ബറിന്റെ അപ്പടിയെ എല്ലാത്തിനകത്തും കയറിട്ടുണ്ടല്ലേ? എല്ലാ സ്ഥലത്തും ഇവിടുന്ന് അത് തന്നെ പരിപാടി രാത്രി. ഇതെല്ലാം നടന്നു പോയ വഴിയാണ്. താഴ്വശത്തൊക്കെ ഇറങ്ങി എല്ലായിടത്തും ഏരിയ മൊത്തം ഇത്തിരി അങ്ങോട്ടൂടെ നീട്ടിയെടുത്തു കേട്ടോ. അവിടെ അതിനകത്തോടെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവരെല്ലാം കളയെടുക്കുന്നിടത്തെല്ലാം കയറിയിട്ടുണ്ട്. ആ താഴെ ചേച്ചിമാര് പണിയെടുക്കുന്നതെല്ലാം ഇത് ചതഞ്ഞു പോയത് നൂർത്ത് വെക്കുന്നതാണ് കാണുന്നതെല്ലാം. இது மொத்தம் மழை பெஞ்சிருச்சுன்னா மொத்தம் தண்ணி தாங்கும். அழுகி ഈ ആന ചവിട്ടിയെടുത്തെല്ലാം വെള്ളം ഇറങ്ങിയിട്ടേ മൊത്തം ചീഞ്ഞു പോകും. எல்லாம் வெஸ்த குடிச்சு சாகணும். எல்லாத்துக்கும் விஷம் குடிச்சு சாகணும். இப்படி எல்லாம் போச்சுன்னா ஒண்ணுமே பண்ண முடியாது எங்களுக்கு. சோறு இல்லாம மலையில போய் கட்டை இழுத்து வந்து அதோட வந்து கொத்தி விலைய பாரு. 1 கிலோ 400 பசி அவங்க பட்டி 500 கிலோ வாங்கிட்டு நாங்க எதிர சாகுறோம். ஆனிட ஒரு വാഴ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. அப்படியே மேலபடி பார்த்து அப்படியே നല്ല ചാറ്റമഴയുണ്ട് കേട്ടോ. ഇവിടെ കുറെ ഭാഗത്ത് സ്ട്രോബെറി ഉണ്ട് കേട്ടോ. മനോഹരമായ കാന്തല്ലൂർ കാണാൻ ഇറങ്ങിയതാ. പിന്നെ അതാകെ സങ്കട യാത്രയായിപ്പോയി കേട്ടോ. അപ്പോൾ ബൈനോക്കുലർ ടോക്സിൻ്റെ ഇനിയൊരു യാത്രയിൽ ഇനിയൊരു വീഡിയോയിലും എല്ലാവർക്കും വീണ്ടും കാണാം കേട്ടോ. അപ്പം ശരി, ഓക്കെ, ബൈ.